ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തിസമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. കുമാരനും സുബ്രഹ്മണ്യനും ശക്തി എന്ന ആയുധം, വേലെന്ന ആയുധം കൈവശമുള്ളവനുമായ ആ ചൊവ്വയെ ഞാൻ നമസ്കരിക്കുന്നു. ചൊവ്വ പുരുഷരാശിയിൽ സഞ്ചരിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് സുബ്രഹ്മണ്യനെയും, സ്ത്രീരാശിയിൽ ഫെമിനൈൻ സൈൻ സ്ത്രീരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ചിന്തിക്കുന്നത് സാക്ഷാൽ ഭദ്രകാളിയെയും ആകുന്നു. ചാമുണ്ഡി, ഭദ്രകാളി തുടങ്ങിയ തമോമൂർത്തികളെയാണ് ചൊവ്വ യുഗ്മരാശിയിൽ, സ്ത്രീരാശിയിൽ ഫെമിനൈൻ സൈനിൽ നിൽക്കുമ്പോൾ ചിന്തിക്കുന്നത്. പുരുഷരാശിയിലാകട്ടെ ഓജരാശിയിലാകട്ടെ സുബ്രഹ്മണ്യനെയും. 12 രാശികളിൽ 6 രാശികൾ ഓജരാശികളും 6 യുഗ്മരാശികളുമാകുന്നു. ഏതൊക്കെ രാശികളാണ് ഓജരാശികൾ അഥവാ പുരുഷരാശികൾ എന്ന് പ്രിയമുള്ള പ്രേക്ഷകർ അറിയുന്നത്? മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം. ഈ 6 രാശികളാകുന്നു പുരുഷരാശി അഥവാ ഓജരാശി. ഈ ഓജരാശികളിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ചൊവ്വ സുബ്രഹ്മണ്യൻ്റെ ഫലത്തെ പ്രദാനം ചെയ്യും. യുഗ്മരാശികളായ ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം, മീനം ഈ രാശികൾ സഞ്ചരിക്കുമ്പോൾ സാക്ഷാൽ ചാമുണ്ഡി, ഭദ്രകാളി മുതലായ ദേവതകളെയും നാം ചിന്തിക്കുന്നു. ഇവിടെ ചൊവ്വ സ്വന്തം ക്ഷേത്രമായ മേടത്തിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് പ്രയാണം ആരംഭിച്ചിരിക്കുന്നു. 45 ദിവസക്കാലമാണ് ചൊവ്വ ഇടവൻ രാശിയിൽ നിൽക്കുന്നത്. ജൂൺ 20 ചൊവ്വയുടെ ഇടവൻ രാശിയിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. അത് ഓഗസ്റ്റ് മാസം 2-ാം തീയതി വരെ 43 ദിനങ്ങൾ ചൊവ്വ ആ രാശിയിൽ ഇടവൻ രാശിയിലേക്ക് വരുന്നു. ഇവിടെ ഇടവൻ രാശി ചൊവ്വയെ സംബന്ധിച്ചോളം സുക്ഷേത്രമാണ്. ശുക്രനും ചൊവ്വയും പരസ്പരം സുഹൃത്തുക്കളാണ്. ചൊവ്വാക്ഷേത്രത്തിൽ ശുക്രൻ വന്നാലും ശുക്രക്ഷേത്രത്തിൽ ചൊവ്വ വന്നാലും അല്ലെങ്കിൽ പരസ്പരം ക്ഷേത്രങ്ങൾ മാറി നിന്നാലും പല വിഷയങ്ങളിലും, പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങളിൽ അത്ര നല്ലതല്ല. ഇവിടെ ചൊവ്വയുടെ ആശ്രയഫലം എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഇടവരാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ യുവതി ജിതാൻ സുഹൃക്ഷു വിഷമാൻ പരദാരരതാൻ കുഹക സുവേഷ ഭീരു പരുഷാൻ സിതഭേ ജനയേത്. യുവതികൾ തന്നെ ജയിക്കുമെന്നാണ്, അല്ലെങ്കിൽ തനിക്ക് യുവതികളെ ജയിക്കാം. സുഹൃത്സു വിഷമാൻ സൗഹൃദത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പരദാരരതാൻ അന്യരുടെ സ്ത്രീകളെ ആഗ്രഹിക്കും. ഭീരു പരുഷാൻ വളരെ പരുഷത്തോടുകൂടി പെരുമാറും. പാരുഷ്യത്തോടുകൂടി പരുഷമായി പെരുമാറും. പാരുഷ്യത്തോടുകൂടി പെരുമാറും. ഭീതനാകും. ഇതൊക്കെയാണ് ഇടവൻ രാശിയിലെ ചൊവ്വയുടെ ഫലം. അതിനാൽ നാം മേടം മുതൽ 12 രാശിക്കാരുടെയും ഇടവൻ രാശിയിലേക്കുള്ള ചൊവ്വയുടെ 43 ദിവസത്തെ പ്രയാണം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയത്തെ ചർച്ച ചെയ്യുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക രോഹിണി, മകേര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2-കാൽ നക്ഷത്ര സമൂഹം. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് ഇടവൻ രാശിയിലാണ്. ഇവിടെ 2 ഭാവങ്ങളുടെ അധിപനാണ് ഇടവൻ രാശിക്കാർക്ക് ചൊവ്വ. ഒന്ന് അവരുടെ 7-ാം ഭാവാധിപനാണ്, വിവാഹവതിയാണ്. മറ്റൊന്ന് അവരുടെ വൈകല്യവതിയാണ്. വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നു, അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു, അവർക്ക് വീഴ്ചയുണ്ടാക്കുന്നു. ഇതൊക്കെ ഉണ്ടാക്കുന്ന ചൊവ്വയാണ് ലഗ്നത്തിൽ നിൽക്കുന്നത്. അതിനാൽ ശാരീരിക വിഷയത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അനാവശ്യമായ വിവാദങ്ങളിലേക്ക് പോകരുത്. ഇവിടെ ലഗ്നത്തിൽ പാപഗ്രഹമാണ്. പാപയ ലഗ്നതയെ പരാജയങ്ങൾ ഉണ്ടാകും, ശിരോജന്യമായ രോഗങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, ചൊവ്വ ബ്ലഡ് പ്രഷറിൻ്റെ ആധിക്യത്തെ ഉണ്ടാക്കുന്ന ഗ്രഹമാണ്. അത് ഹൈ ബ്ലഡ് ആയാലും ലോ ബ്ലഡ് പ്രഷർ ആയാലും വളരെയധികം ശ്രദ്ധിക്കണം. രക്തസംബന്ധമായ ദൂഷ്യങ്ങൾ, ബ്ലഡ് പ്രഷറിൻ്റെ അനുഭവം വളരെയധികം വരും. ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രവോക്ക് ചെയ്യപ്പെടുക, അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ ഈ ചൊവ്വ ഉണ്ടാക്കുന്നതാണ്. ദുഷ്കീർത്തേഹ, ദുഃഖങ്ങളും ദുഷ്കീർത്തികൾ ഉണ്ടാക്കും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, സ്ത്രീ സംബന്ധമായ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കും. അറിയാതെ സ്ത്രീ വിഷയത്തിൽപ്പെട്ട് തന്നെ പേരിന് മാനക്കേട് ഉണ്ടാകുന്ന ഒരു സമയമാണെന്ന് അറിയുക. ഇതര ക്രിയാഭിഗമനം സ്ഥാനച്യുതിഞ്ച ആപദം, തൻ്റെ പൊസിഷനിൽ നിന്നും താഴെ വീഴുക, ആപത്തുകൾ ഉണ്ടാവുക, ഇതൊക്കെ സംഭവിക്കും ഈ ഒരു ചൊവ്വയുടെ ലഗ്നഭാവത്തിലുള്ള സ്ഥിതി. ഇവിടെ ചൊവ്വ പാപഗ്രഹമാണ്. 12-ാം ഭാവാധിപനായതുകൊണ്ട് ശാരീരികമായ വിഷയങ്ങൾ പറഞ്ഞു. 7-ാം ഭാവാധിപത്യമുണ്ട്. എന്താണ് 7-ാം ഭാവം? വിവാഹം, ഭാര്യാസുഖം, ഭാര്യാഗ്രഹം, ഇതൊക്കെ ചിന്തിക്കണം. അതിനാൽ സ്ത്രീ സംബന്ധമായ വിവാഹ സംബന്ധിയായ വിഷയങ്ങൾക്കൊക്കെ ചില തീരുമാനങ്ങളൊക്കെ ഈ ചൊവ്വയുടെ ഈ ഒരു 45 ദിവസക്കാലം ഉണ്ടാകാം. കാരണം 7-ാം ഭാവാധിപൻ ഭാവത്തിലേക്ക് നോക്കുന്നു. ചിലപ്പോൾ യാത്രാ സൗഭാഗ്യങ്ങൾ ഉണ്ടാകാം. എങ്കിലും ചൊവ്വയാണ്. വളരെയധികം ഭദ്രകാളി പ്രീതി ചെയ്യണം.
വിലഗ്നേകുജയ ദണ്ഡലോഹ അഗ്നിഭീതി. തീ കൊണ്ടും അഗ്നി കൊണ്ടും വടികൾ കൊണ്ടും ആപത്ത് ശ്രദ്ധിക്കണം. അസമയത്തുള്ള യാത്ര വളരെയധികം ശ്രദ്ധിക്കണം. സംഘർഷം വരുമ്പോൾ പെട്ടെന്ന് എടുത്തു ചാടി തനിക്ക് മർദ്ദനമേൽക്കും, അല്ലെങ്കിൽ പ്രകോപിതനായി മറ്റുള്ളവരെ ആക്രമിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും. തപേൻ മാനസം കേസരിക്കും ദിദിഹ. പരാക്രമം കൊണ്ട് സിംഹമായിരിക്കും, പക്ഷേ പലപ്പോഴും മനസ്സ് തപിക്കും. കളത്രാധിഘാത ശിരോനേത്രപീഡ. കണ്ണുകൾക്കും ശിരസ് തലയ്ക്കും രോഗങ്ങളുണ്ടാവും. കളത്രാധിഘാത. ഭാര്യ മുതലായവർക്ക് രോഗാദി അരിഷ്ടങ്ങളുണ്ടാകും. വിഭാഗേ ഫലാനം സദൈവോപസർഗ. ഫലം പഴുത്ത് പറിക്കാൻ നോക്കുമ്പോൾ പുഴുക്കുത്ത് വരും. പലപ്പോഴും പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് തയ്യാറാക്കി അവസാന ഘട്ടത്തിലായിരിക്കാം വലിയ ബുദ്ധിമുട്ടുകൾ വരിക. അതിനാൽ ജാഗ്രത പാലിക്കുക. ഒരു അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കുക. ചൊവ്വ പെട്ടെന്ന് പ്രഷർ തരും, പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനങ്ങൾ ഉണ്ടാകും, പെട്ടെന്ന് തുണ്ടനുണ്ടാകും. അതിനാൽ ദാമ്പത്യത്തിലും സൗഹൃദത്തിലുമൊക്കെ തന്നെ വളരെയധികം നിയന്ത്രണങ്ങൾ പാലിക്കുന്നത് വളരെയധികം ഉപകാരപ്പെടും ഇടവൻ രാശിക്കാർ. നമസ്തേ.